10,000 പട്ടാളക്കാരെയോ മറ്റോ ഒരുക്കി പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പോകുന്നത്രേ. ചില ചാനലുകൾ എഴുതുന്നത് ഇറാൻ പിടിച്ചെടുക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ മറുവശത്ത് വേറൊരു വാർത്ത കൂടി കറങ്ങുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്രയേലിലെ സൈനിക മേധാവി പറഞ്ഞത്രേ, വേണ്ടത്ര ഫോഴ്സുകളില്ല, അതുകൊണ്ട് ദീർഘമായി യുദ്ധം ചെയ്യണമെങ്കിൽ വേറെ വല്ല റിക്രൂട്ട്മെൻറ്റോ ആജീവനാന്ത സൈനിക സേവനമോ ഒക്കെ നിർദ്ദേശിക്കണമെന്ന്. ഈ പ്രശ്നങ്ങളൊന്നും ആർക്കില്ല, ഇറാനില്ല. കാരണം അവർ മരിക്കാനായി ജീവിക്കുന്നവരാണ്, മരിക്കാനായി ജനിച്ചവരാണ്. അവരുടെ ജീവിതം തന്നെ പോരാട്ടമാണ്. ഏതായാലും ഇത്തരമൊരു വിചിത്രമായ സാഹചര്യം വരുമ്പോൾ ഈ വാർത്ത എഴുതി 10,000 പട്ടാളക്കാരെയൊക്കെ അങ്ങോട്ടയച്ച് കബറിടമുണ്ടാക്കി പെട്ടികൾ തിരിച്ചു വരുന്നതിനപ്പുറം ഒന്നും നടക്കില്ലെന്ന് നന്നായി അറിയാവുന്നത് അമേരിക്കയുടെ മുൻ ഡിഫൻസ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഈ യുദ്ധത്തെ വിലയിരുത്തുന്നവർക്കുമാണ്. അതൊരു വിചിത്രമായ ഇറാനിയൻ കരുത്തിൻ്റെ ലക്ഷണമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം നടന്നു. ഹോർമിസ് തുറക്കുന്നതിന് 48 മണിക്കൂർ സമയം അനുവദിച്ചു. സമയത്ത് നടന്നില്ലെങ്കിൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കുന്ന പ്രസ്താവനകൾ വന്നു. പക്ഷേ ആ സമയത്ത് നടന്നത് സാക്ഷാൽ ട്രംപിൻ്റെ വെടിനിർത്തലാണ്. ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ പുള്ളി അടുത്ത ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് കേട്ട് രാജ്യാന്തര രംഗത്തുള്ളവർ എല്ലാവരും ചിരിച്ചു. നമ്മുടെ മർക്കണ്ടേയ ഗഡ്ജു ഒരു ഗ്രാഫ് പുറത്തു വിട്ടു, ചിത്രം. അതായത് പല രാജ്യങ്ങൾ ചേർന്ന് ട്രംപിൻ്റെ പല കൈയും കാലും ഒക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്നു. ഇറാൻ വലമണി പിടിച്ചുകൊണ്ട് പോകുന്ന ചിത്രമാണ് മർക്കണ്ടേയ ഗഡ്ജു ഷെയർ ചെയ്തത്. ഏതായാലും യഥാർത്ഥത്തിൽ പുള്ളിയുടെ അവസ്ഥ അങ്ങനെ ആയി. പിന്നെ പുള്ളി എല്ലാ ദിവസവും എന്നെ ഇറാനിയൻ പരമോന്നത നേതാവാകാൻ ക്ഷണിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ബിഗ് ഡീൽ ഈസ് എ പ്രസൻറ്റ് ഡീൽ, പ്ലസൻറ്റ് ഡീൽ ഈസ് എ സൂപ്പർ ഡീൽ എന്നൊക്കെ പറയുന്നതല്ലാതെ വേറൊന്നും കാര്യമായി നീങ്ങുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും 10 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എനിക്ക് സമ്മാനം തന്നു, എനിക്ക് എണ്ണ തന്നു, 10 ബോട്ട് വന്നു എന്നൊക്കെയാണ് അളിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പിച്ചും പേയും. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിലേക്ക് 10,000 പേരെ അയക്കാൻ പോകുന്നു എന്ന വാർത്ത കണ്ടത്. ആ 10,000 പേരെ അയക്കുന്നത് എന്തിനായിരിക്കും എന്നറിയാവോ? ഈ ഇറാൻ ആക്രമിച്ച, അല്ലെങ്കിൽ ഇറാൻ ഭയപ്പെടുത്തിയ, ആക്രമിച്ച എന്ന് പറഞ്ഞാൽ പോരാ, ഭയപ്പെടുത്തിയ മിഡിൽ ഈസ്റ്റിലെ ബേസുകളൊക്കെ തവിടുപൊടിയായി. അതൊക്കെ വൃത്തിയാക്കാനും പണിയാനുമൊക്കെ ഈ മിലിറ്ററി എൻജിനീയറിംഗ് സർവീസിലേക്ക് ആളുകളെ വേണം. ഓരോ ബേസും പണിയണമെങ്കിൽ കുറഞ്ഞത് ഒരു 100 പേർ വീതമെങ്കിലും അത്യാവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് തന്നെ വേണം 10,000-3,000 പേർ. പിന്നെ അവർക്ക് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആൾ വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് വല്ല 10,000-5,000-3,000 ആളിനെ അങ്ങോട്ട് അയക്കുന്നുണ്ടാവും. അവിടെയൊക്കെ പൊടിഞ്ഞു കിടക്കുന്ന ആക്രി പറക്കാനും ആളിനെ വേണം. പക്ഷേ അതെല്ലാവരും കൂടി പറയുന്നത് ട്രംപ് ഇറാൻ പിടിച്ചെടുക്കാൻ പോകുന്നതിനാണെന്നാണ് പറയുന്നത്. അത് ഇറാൻ്റെ ചരിത്രമോ ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ അതിൻ്റെ സംഗതിയോ ഒന്നും അറിയാത്തവരാണ്. വെറും നിസ്സഹായരായ ഫലസ്തീനെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. കുറേ മനുഷ്യരെ കൊന്ന് കൊതി തീർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. അകത്തോട്ട് കയറിയതിൻ്റെ അത്രയും എണ്ണം പെട്ടികളൊക്കെ ഒരുപാട് പുറത്തു വന്നു. അത് മാത്രവുമല്ല, ഇറാനകത്തേക്ക് കയറിയാൽ ഒരു രക്ഷയില്ലാത്ത ടെറൈനാണ്. ഒരു രക്ഷയില്ല, വെള്ളം കൂടി കിട്ടത്തില്ല. കിട്ടുമായിരുന്നെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കൊക്കെ തുറക്കാൻ വേണ്ടി എപ്പോഴേ ആളുകൾ വന്ന് ബോട്ടിൽ ഇറങ്ങി അങ്ങ് പിടിച്ചുകൊണ്ട് പോയാൻ എല്ലാവരെയും, വെനിസ്വലയുടെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് പോയതുപോലെ. ഇത് പിടിമുറ്റൂല. അതുകൊണ്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഒരു തേങ്ങൽ കേൾക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് അവിടെ സൈനികർ വേണ്ടത്ര ഇല്ല, അതുകൊണ്ട് ഇനിയും യുദ്ധം തുടരണമെങ്കിൽ നമ്മൾ ആജീവനാന്ത നിർബന്ധ സൈനിക സേവനമൊക്കെ പലതും നിർബന്ധിക്കണം, എല്ലാ കുടുംബത്തിൽ നിന്നും ആണെന്നാണ് പറയുന്നത്. ഈ 2 പ്രശ്നങ്ങളും അമേരിക്കയ്ക്കേ ഉള്ളൂ. ഇറാൻ ഏത് നീണ്ട യുദ്ധത്തിനും തയ്യാറാണ്. കാരണം അവരുടെ ജീവിതം തന്നെ യുദ്ധമാണ്. ഏതായാലും അതുകൊണ്ട് ഈ 10,000 പേരും ബാക്കിയുള്ള ആളുകളിൽ കുറച്ച് പേരെ ഇസ്രായേലിന് കൊടുത്ത് അവരുടെ സൈനിക ശേഷിയുടെ ശൂന്യത കുറയ്ക്കുന്നതിന് വേണ്ടി ട്രംപ് മച്ചമ്പി മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ഒരിത്.